ഇപ്പം ഞാൻ അത്യാവശ്യം സാലറി കിട്ടുന്നൊരു ജോബ് ഒഴിവാക്കിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം പക്ഷേ എൻ്റെ വർക്കിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ അത് അതിൻ്റേതായ ഡിസിപ്ലിനോട് കൂടിയിട്ട് കൊണ്ട് നടക്കണം. പഠിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുള്ളൊരു കാര്യമാണ്. ഹായ്, എൻ്റെ പേര് വിന്ധ്യ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ മില്യൺ ഡോട്ട്സിലെ ഓഗസ്റ്റിലെ ഓഫ്ലൈൻ ബാച്ചിലർ സ്റ്റുഡൻ്റാണ്. ട്രേഡിങ് ഞാൻ ബേസിക്കലി ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കോവിഡ് ടൈമിലാണ് നമ്മൾ കുറച്ചുകൂടി ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങളും ഒക്കെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഒരു 4 years ബിഫോറേ ഞാൻ മില്യൺ ഡോട്ട്സിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വർക്കിൻ്റെ ഒരു കൾച്ചർ അനുസരിച്ച് എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. കാരണം തിരക്കും കാര്യങ്ങളുമാണ്, വർക്ക് പ്രഷറും കാര്യങ്ങളും, വർക്കിൻ്റെ ടൈം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം വർക്കൊന്ന് ബ്രേക്ക് എടുക്കാമെന്നുള്ള രീതിയിൽ ചിന്തിച്ചപ്പം അതെനിക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണം. എൻ്റെ കരിയർ ബ്രേക്ക് വന്നതെന്ന് വിചാരിക്കരുത്, അതെനിക്ക് അത്രയും എഫക്റ്റീവായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണം. അങ്ങനെയാണ് ഞാൻ ഇവിടെ മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ അത് അതിൻ്റേതായ ഡിസിപ്ലിനോട് കൂടിയിട്ട് കൊണ്ട് നടക്കണം. നമ്മൾ എത്രത്തോളം അതിൻ്റെ ബാക്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ മിനിമം എനിക്ക് തോന്നുന്നു ഒരു 1 to 2 years എന്തായാലും നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആവശ്യമാണ്. ട്രേഡിങ്ങിൻ്റെ പുറകിൽ കറക്റ്റായിട്ടുള്ള ടെക്നിക്കൽ നോളജ് ആവശ്യമാണ്. അതേപോലെ തന്നെ ഡിസിപ്ലിൻ ആവശ്യമാണ്. നമ്മളെങ്ങനെ നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യുന്നു, നമ്മുടെ പോർട്ട്ഫോളിയോ നമുക്ക് എത്രത്തോളം നമ്മൾ അവെയറാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ബേസ് ചെയ്തിട്ടാണ് ട്രേഡിങ് വർക്ക് ആവുന്നത്. ട്രേഡിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ക്യാപിറ്റൽ വാഷ് ഔട്ട് ഉണ്ടാവാണ്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായിട്ട് റിസ്ക് മാനേജ് ചെയ്തേ പറ്റുള്ളൂ. നമ്മൾ മാക്സിമം ഇതിൻ്റെ പുറകിൽ ഹാർഡ് വർക്ക് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്യുക. കാരണം ഒരു സ്ട്രാറ്റജി നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ഒരു പർട്ടിക്കുലർ ഫണ്ടിലോ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഇതിൽ വർക്ക് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അഗൈൻ ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കതിലൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന രീതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഞാനൊരു 4 years മുന്നേ ഞാൻ മില്യൺ ഡോട്ട്സിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓൺലൈൻ ബാച്ചിനെക്കാട്ടിയും ഓഫ്ലൈൻ കുറച്ചുകൂടി എഫക്റ്റീവ് ആവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ ചൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം ഇവിടെ ഇപ്പോൾ വന്നതിന് ശേഷം തന്നെ നമുക്ക് മെൻറ്റേഴ്സുമായിട്ടുള്ള നമ്മുടെ റിലേഷനെ അങ്ങനെയാണ് വരുന്നത്. ഓഫ്ലൈനിൽ നമ്മൾ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുള്ളൂ. ഓൺലൈൻ ബാച്ചിനെ സംബന്ധിച്ചിടത്തോളം, ഓഫ്ലൈനിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധം ഒരു റിലേഷൻ രീതിയിലല്ല വരുന്നത്. അവർ കംപ്ലീറ്റ്ലി നമ്മളെ മെൻറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പം എന്ത് സപ്പോർട്ടിനാണെന്നുണ്ടെങ്കിലും, എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ 1-to-1 സെക്ഷൻ ആണെന്നുണ്ടെങ്കിലോ, ക്ലാസ്സിൽ മൊത്തമായിട്ട് പറഞ്ഞു തരാനോ, ഏത് രീതിയിലാണെങ്കിലും അവർ നമ്മൾ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഓൺലൈൻ ബാച്ചിനെക്കാളും കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ പറ്റുന്നത് ഓഫ്ലൈൻ ബാച്ച് തന്നെയാണ്. സെൽഫ് ലേണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് ടൈം എടുക്കും. കാരണം നമുക്ക് കറക്റ്റായിട്ട് എന്താ പാത്ത് കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. ഒരു മെൻറ്റർഷിപ്പിൽ പഠിക്കുന്ന സമയത്ത് അതിന് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു രീതിയിൽ കുറച്ചുകൂടി നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും, കറക്റ്റായിട്ടുള്ള പാത്ത് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിപ്പം ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ള രീതിയിൽ വേണമെന്നുള്ളത് കൊണ്ടാണ് ഒരു ഓൺലൈനായിട്ട് പഠിക്കാണ്ട് തന്നെ സ്വന്തമായിട്ട് സെൽഫായിട്ട് ലേൺ ചെയ്യാണ്ട് അതും ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ഫേം വേണമെന്നുള്ളത് കൊണ്ടാണ് മില്യൺ ഡോട്ട്സ് ചൂസ് ചെയ്തിട്ട് ഇവിടെ വന്നേക്കുന്നത്. ട്രേഡിംഗ് ഇപ്പം എത്ര എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരാണെങ്കിലും കുറച്ചുകൂടി ട്രേഡിംഗ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ പഠിക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ഫാമിലിയിൽ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിയുള്ളൊരു കാര്യമാണ്. നമ്മളെന്തോ ഈ മണി ചെയിൻ പോലുള്ള എന്തോ ബിസിനസ് കാര്യങ്ങൾ രീതിയിലേക്ക് പോകുന്നു എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. പ്രോപ്പറായിട്ട് പലരും നമുക്ക് ചിലപ്പം കുറച്ചുകൂടി ഓൾഡായ ആൾക്കാരെ പ്രോപ്പറായിട്ട് നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമ്മൾക്ക് കറക്റ്റായിട്ട് എന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ബോധമുണ്ട്. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മണി മേക്കിംഗ് പ്രോസസ്സാണ്. ഞാൻ പണ്ടാരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാരണം പണമാണ് എല്ലാത്തിൻ്റെയും ബേസിക് എന്ന് പറയാൻ പറ്റില്ല. പണമുള്ളത് കൊണ്ട് എല്ലാമായി എന്ന് പറയാൻ പറ്റില്ല. ബട്ട് വൺസ് നമുക്ക് പണം ഉണ്ടായി കഴിഞ്ഞാൽ പണം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ അത്യാവശ്യം സാലറി കിട്ടുന്നൊരു ജോബ് ഒഴിവാക്കിയിട്ടാണ് വന്നേക്കുന്നത്. കാരണം കിട്ടുന്ന പണം നമുക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്യാനും കൂടി പറ്റണം. ഇത് കുറച്ചുകൂടി സ്ട്രെസ് ഫ്രീ എന്ന് ഞാൻ പറയില്ല, പക്ഷെ കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമുക്ക് ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇപ്പോൾ നമ്മൾ മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ കറക്റ്റായിട്ട് ഗ്രാഫ് അനലൈസ് ചെയ്യണം, ഒരു ഫുൾ ടൈം അതിൻ്റെ മുകളിൽ ചിലവഴിക്കണം എന്നുള്ളൊരു തോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയല്ല, ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ്, ഫുൾ പഠിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമുക്കിത് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും. കാരണം ഇന്നൊരു ടൈമിൽ നമുക്ക് ട്രേഡ് ആക്കാം, ഇന്ന ടൈമിൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിനുണ്ട്. അപ്പം നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടൊരു എക്സ്ട്രാ ഇൻകം എന്നുള്ള രീതിയിൽ വളരെ ബെനിഫിറ്റായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റും. അത്രയും സപ്പോർട്ടായിട്ടുള്ള മെൻറ്റേഴ്സാണ്.
ഞാൻ പറഞ്ഞല്ലോ ഓൺലൈൻ എടുക്കാണ്ട് ഓഫ്ലൈൻ എടുക്കുമ്പം ഞാൻ കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് വേണമെന്നുള്ള രീതി കൊണ്ടാണ് ഓഫ്ലൈൻ എടുത്തത് തന്നെ. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് എന്നുള്ള കൾച്ചർ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു സ്കൂൾ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എത്ര നന്നായിട്ട് ടീച്ചേഴ്സ് പഠിപ്പിച്ചതാണെങ്കിലും നമ്മൾ എക്സാമിൻ്റെ പ്രീവിയസ് ഡേ ഫ്രണ്ട്സുമായിട്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞിരുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് അത്രയും കാലത്തിനാണെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവുക. ഇവിടെ ആ ഒരു രീതിയിലാണ് അത് വർക്ക് ആവുന്നത്. കാരണം ഓരോ കുട്ടികളിലേക്കും ഡയറക്റ്റായിട്ട് മെൻറ്റേഴ്സ് എത്തിപ്പെടുന്നുണ്ട്. ഇപ്പം ഈവൻ നമുക്കിപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനൊരു ഹെസിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് പറഞ്ഞു തരുന്നുണ്ട്, നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതും അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ഒരു ഷോർട്ട് പീരീഡിൽ കോഴ്സ് കഴിഞ്ഞിട്ട് പോകുന്നില്ല, നമുക്ക് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ ആവാനുള്ള ഒരു ഓപ്ഷനും കൂടി തരുന്നുണ്ട്. അവിടെ ലൈവ് ട്രേഡിങ് കാര്യങ്ങളും ഉണ്ട്. അപ്പം അവരുടെ കറക്റ്റ് മെൻറ്റർഷിപ്പ് തന്നെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.